ഹായ്, ഇന്ന് നാടൻ കപ്പ വെച്ചിട്ട് കപ്പ ബിരിയാണിയാണ്. കപ്പയും ബീഫും വെച്ചിട്ട്. അപ്പോൾ ബീഫ് ഞാൻ കഴുകി എടുത്തിട്ടുണ്ട്. എല്ലുള്ള ബീഫാണ് എടുക്കേണ്ടത്, നല്ല നെയ്യുള്ള ബീഫ്. ഇനി അതിലോട്ട് ഉപ്പിട്ട് കൊടുക്കുക, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, പിന്നെ കറിവേപ്പില, കുഞ്ഞുള്ളി ഉണ്ടല്ലോ, കുഞ്ഞുള്ളി ഒരു 10 കുഞ്ഞുള്ളി തിന്നായിട്ട് സ്ലൈസ് ചെയ്തു, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്. ഇനി കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് ഒരു 1/4 കപ്പ്, 1 കപ്പോളം വെള്ളം ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് അടച്ചു വെച്ചിട്ട് വേവിക്കുക. പിന്നെ വേണ്ടത് കപ്പയാണ്. ഇപ്പോൾ കപ്പയിലോട്ട് വേവിക്കാൻ ആവശ്യമായ വെള്ളം ഒഴിച്ച് കൊടുക്കുക. പിന്നെ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. ഇനി ഇത് വേവിക്കാൻ വെക്കുക. ഒരു 1/4 ഭാഗം വേവാകുമ്പോൾ ഉപ്പിട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് വെള്ളം ഊറ്റിയെടുത്ത് മാറ്റി വെക്കുക കപ്പ. ഇനി ഒരു പാത്രത്തിലോട്ട് വെളിച്ചെണ്ണ ഒഴിക്കുക, കറിവേപ്പില ഇടുക, ഒരു 1/4 കപ്പ് തേങ്ങ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഇതുപോലെ കളർ മാറുന്ന വരെ ഫ്രൈ ചെയ്ത് മാറ്റി വെക്കുക. ഇനി അതേ പാനിലോട്ടേക്ക് വെളിച്ചെണ്ണ ഒഴിക്കുക, കടുക് പൊട്ടിക്കുക, പിന്നെ പെരുംജീരകം, ഉള്ളി, സവാള ഇട്ട് കൊടുക്കുക. 2 സവാളയാണ്. അതിൽ ഇച്ചിരി ഉപ്പ് ഇട്ടിട്ട് അത് വഴണ്ടി വരുമ്പോൾ അതിലോട്ടേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുക്കുക. അതൊക്കെ സൈഡിലോട്ടാക്കിയിട്ട് ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി ഒരു 3 ടേബിൾ സ്പൂണോളം ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ 1 ടീസ്പൂൺ ഗരം മസാലയും അതിൻ്റെ പച്ചമണം മാറി വരുന്നവരൊന്ന് വഴറ്റിയെടുക്കുക. എന്നിട്ട് വേവിച്ച് വെച്ച ബീഫ് ഇട്ട് കൊടുക്കുക. പിന്നെ വേവിച്ച് വെച്ച കപ്പ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അടച്ചു വെച്ച് ഒന്നുകൂടെ ഒന്ന് വേവിച്ചെടുക്കുക. എന്നിട്ട് തവി വെച്ച് നന്നായിട്ട് ഉടച്ചെടുക്കണേ. ഇപ്പം പാകമായിട്ടുണ്ട്. എനിക്ക് കറിവേപ്പില, മല്ലിയില ഇട്ട് കൊടുക്കുക. പിന്നെ വറുത്ത് വെച്ച തേങ്ങ ഉണ്ടല്ലോ, അതും കൂടി ഇട്ട് കൊടുത്താൽ നമ്മൾ അടിപൊളി ബീഫ് ബിരിയാണി റെഡി ആയിട്ടുണ്ട്. ഇനി ഒരു 3 മിനിറ്റ്സ് ഒന്നും കൂടെ ലോ ഫ്ലെയിമിൽ അടച്ചു വെച്ചെടുക്കുക. അപ്പോൾ ഇതേ റെഡി ആയിട്ടുണ്ട്. ഇനി അതിൻ്റെ മുകളിൽ കുനുകുനാ അരിഞ്ഞ സവാളയും കൂടി ഇട്ട് കൊടുത്താൽ റെഡി.